ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2024ലേക്കുള്ള പ്ലാനറാണ് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ 2023 തീരാനായി. നമ്മൾ പുതിയ വർഷത്തെ വെൽക്കം ചെയ്യാനിരിക്കുകയാണ്. 2024ലേക്കുള്ള പ്ലാനറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ പ്ലാനർ എന്ന് പറയുന്നത് കുറച്ച് വിശേഷമായിട്ടുള്ള പ്ലാനറാണ്. പുതിയ പ്ലാൻസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ പ്ലാനേഴ്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അതിലും കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു പ്ലാനറാണ് കേട്ടോ നമ്മൾ പുതിയ വർഷത്തേക്ക് ഉണ്ടാക്കുന്നത്. കുറച്ച് എക്സ്ട്രാ ഐഡിയാസും പ്ലാൻസും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത് കേട്ടോ. നിങ്ങളൊന്ന് അരമണിക്കൂർ ഇരുന്ന് ആലോചിച്ച് നോക്കിയേ, 2023 നിങ്ങൾ എങ്ങനെയാണ് ചിലവഴിച്ചതെന്ന്. കുറേ പേര് അള്ളാഹുവിനെ ഓർത്ത് നടന്നിട്ടുണ്ടാവും, കുറേ പേര് അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നിട്ടുണ്ടാവും. നമ്മൾ 2023 ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എല്ലാം നമുക്ക് ഓർമ്മ വരും. ബുദ്ധിയുള്ള വ്യക്തിക്കാണെങ്കിൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും കേട്ടോ. നമ്മൾ മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ടുണ്ടാവും, ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടാവും. കുറേ പേര് ഹജ്ജ് ഉംറ ചെയ്തിട്ടുണ്ടാവും. കുറേ പേര് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടാവും. കുറേ പേര് ചീത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും, കുറേ പേര് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. എല്ലാം നമ്മളൊന്ന് ഓർത്തു നോക്കുമ്പോൾ നമുക്കെല്ലാം ഓർമ്മയിൽ വരും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇത് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ? ചെയ്ത തെറ്റിനൊക്കെ നമുക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാം. മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാഫ് ചോദിക്കാം. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 2023 എന്തായാലും തീർന്നു. 2024 നമുക്ക് ഭംഗിയാക്കി എടുക്കണം. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നോക്കണം. കൂടുതൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്തുകൾ ചെയ്യാൻ നോക്കണം. അധികം തെറ്റുകൾ സംഭവിക്കാത്ത പോലെ നോക്കണം. നമ്മൾ മനുഷ്യരാണ്, എന്തായാലും നമുക്ക് തെറ്റ് സംഭവിക്കും. ചെയ്ത തെറ്റിന് നമ്മൾ അന്ന് തന്നെ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിക്കാത്ത പോലെ നോക്കണം, മറ്റുള്ളവരെ സഹായിക്കണം. കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് ഈ വർഷം ചെയ്യണം. 2024 എൻ്റെ മെയിൻ എയിമാണ് കൂടുതലായി അള്ളാഹുവിലേക്ക് അടുക്കുക. നിസ്കാരങ്ങൾ മിസ്സാവാതെയും ഖളാ ആവാതെയും നിസ്കരിക്കുക. തെറ്റുകൾ കുറക്കുക. തെറ്റുകൾ ചെയ്താൽ അതിന് അപ്പം തന്നെ മാഫ് ചോദിക്കുക, തൗബ ചെയ്ത് മടങ്ങുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ മെയിൻ എയിം. ഇപ്രാവശ്യത്തെ 2024ലേക്കുള്ള പ്ലാനർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പുതിയ ഡയറിയാണ് കേട്ടോ യൂസ് ആക്കിയത്. പുതിയ ഡയറി എന്ന് പറയുമ്പോൾ ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതൊന്നുമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോപ്പിലുണ്ടായ ഒരു പഴയ ഡയറിയാണ്. 2024ലേക്കുള്ള ഡയറി ഒന്നല്ല, 2023 കഴിഞ്ഞ് പോയൊരു ഡയറിയാണ് കേട്ടോ. പക്ഷേ യൂസാക്കാത്ത ഡയറിയാണ് കേട്ടോ. ഇതാണ് യൂസാക്കുന്നത്. ഇത് ഹസ്ബൻഡിൻ്റെ ഷോപ്പിലുണ്ടായിരുന്നു. എന്നോട് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാനിതെടുത്തു. പുതിയ പ്ലാനർ ഉണ്ടാക്കാമല്ലോ, പുതിയ വർഷം വരാൻ പോവല്ലേ, അപ്പോൾ ഇത് പ്ലാനർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ സിമെൻറ്റ് കമ്പനിക്കാരുടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണുമ്പോൾ ഭംഗിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് പേജൊന്ന് ഭംഗിയാക്കി എടുത്തു കേട്ടോ. അതിലേക്ക് കുറച്ച് ഡെക്കറേഷൻസൊക്കെ കൊടുത്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ടല്ലേ തുടങ്ങുക. ഇപ്രാവശ്യത്തെ പ്ലാനറും ബിസ്മി കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു പേജിൽ ബിസ്മില്ല എന്നാണ് കേട്ടോ എഴുതി കൊടുത്തത്. പിന്നെ ഫ്രണ്ട് പേജിൽ അള്ളാഹ് ഈസ് ദ ബെസ്റ്റ് ഓഫ് പ്ലാനർ എന്ന് എഴുതിയിട്ട് 2024 എന്നാണ് കേട്ടോ എഴുതിയത്. പിന്നെ ഒരു ചെറിയ ഡെക്കറേഷനും കൂടി ആ പേജിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാൻ്റെ പ്ലാൻ വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട് പേജിൽ അതന്നെ ഞാൻ എഴുതി കൊടുത്തത്. നമ്മൾ ബിസ്മില്ലാന്ന് എഴുതി കൊടുത്ത പേജിൻ്റെ ഇപ്പുറത്തൊരു പേജ് ബാക്കിയുണ്ടല്ലോ, അവിടെ നമ്മൾ 2024ലേക്കുള്ള വിഷ് ലെറ്ററാണ് കേട്ടോ എഴുതുന്നത്. ഒരു കുഞ്ഞ് വിഷ് ലെറ്ററാണ് കേട്ടോ നമ്മൾ എഴുതുന്നത്. ഈ വിഷ് ലെറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ലെറ്റർ നമ്മൾ അള്ളാഹു താലാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എഴുതുന്നത്. ഈ ലെറ്ററിൽ നമുക്ക് 2024 നടന്ന് കിട്ടാനുള്ള ഒരു ആഗ്രഹത്തെ നമ്മൾ ലെറ്ററായിട്ട് എഴുതുക. നമുക്ക് ലെറ്റർ എഴുതുമ്പോൾ ഒരു എൻവലപ്പ് വേണ്ടേ? അങ്ങനെ ഞാൻ ആദ്യം ഒരു കുട്ടി എൻവലപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ബ്രൗൺ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ എൻവലപ്പ് ഉണ്ടാക്കിയ ഈ ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, ഇതെൻ്റെ മെഡിസിൻ്റെ കവറാണ് കേട്ടോ. എനിക്ക് റീസെൻ്റ്ലി പനിയും ചുമയും പിടിച്ചപ്പോൾ ഡോക്ടർ പോയി കണ്ടു. അപ്പോൾ എനിക്ക് മെഡിസിൻ തന്നപ്പോൾ കിട്ടിയൊരു കവറാണ്, അത് വെച്ചിട്ടാണ് കേട്ടോ എൻവലപ്പ് ഉണ്ടാക്കിയത്. പിന്നെ ഇതേപോലെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തു. ആദ്യം ഞാൻ എഴുതി കൊടുക്കുന്നത് ന്യൂ ഇയറിലേക്കുള്ള ഒരു വിഷാണ് കേട്ടോ. വിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു വിഷ് ചെയ്തൂലേ. വിഷ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു കുട്ടി പ്രെയറാണ് കേട്ടോ എഴുതി കൊടുത്തത്. പ്രെയർ എന്ന് പറയുമ്പോൾ അറബിയിലുള്ള പ്രെയർ ഒന്നല്ല, ഇംഗ്ലീഷിൽ തന്നെ ഉള്ളൊരു കുട്ടി പ്രെയറാണ് കേട്ടോ. ഈ ഒരു പ്രെയർ നമ്മൾ എഴുതിയില്ലേ,
അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മൈ 2024 വിഷസ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പേജിൽ 2024 എൻ്റെ വിഷസാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. എനിക്ക് എന്താ ആഗ്രഹങ്ങളുണ്ട് അതിൽ 2-3 എഴുതുന്നുണ്ട് കേട്ടോ. എനിക്ക് 3 ആഗ്രഹങ്ങളുണ്ട്. അത് ഈ 2024 നിറവേറി കിട്ടണമെന്നും കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ 3 ആഗ്രഹങ്ങളാണ് കേട്ടോ ഈ ലെറ്ററിൽ ഞാൻ എഴുതിയത്. 2024 തീരുന്നതിന് മുന്നായിട്ട് എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ ബാക്കിയായിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങൾ ബാക്കിയായിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ഇതിനേക്കാളും നല്ല പ്ലാൻ വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ സമാധാനിക്കും. നമ്മൾ എഴുതി വെച്ച വിഷ് ലെറ്റർ ഉണ്ടല്ലോ, അത് നമ്മൾ ഫോൾഡാക്കിയിട്ട് എൻവലപ്പിൻ്റെ ഉള്ളിലായിട്ട് വെക്കാം. പിന്നെ ഈ വിഷ് ലെറ്റർ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഇത് നമ്മുടെ ഒരു സന്തോഷത്തിന് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ജനുവരി 1-ാം തീയതി നമുക്കുള്ളൊരു ആഗ്രഹത്തെ നമ്മൾ ഈ ഒരു ലെറ്ററിൽ എഴുതി വെക്കും. പിന്നെ നമ്മൾ 2024 ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ആഗ്രഹം നിറവേറിയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. നമ്മുടെ ആഗ്രഹം നിറവേറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആവും, അതല്ലെങ്കിൽ കുഴപ്പമില്ല, അള്ളാഹു താല നമുക്ക് എന്തെങ്കിലും നല്ല പ്ലാൻ വെച്ചിട്ടുണ്ടാവും എന്ന് സമാധാനിക്കാം. ഇൻഷാ അല്ലാഹ് ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു ലെറ്ററിൻ്റെ ഉദ്ദേശം. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ ലെറ്റർ ബുക്കിൽ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് കുറച്ച് നേരം ദുആ ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തത്. 2024 ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇതിൽ എഴുതിയ 3 ആഗ്രഹങ്ങൾ നിറവേറി കിട്ടണമെന്ന് ഞാൻ മനസ്സ് കൊണ്ട് പ്രാർത്ഥിച്ച് ദുആ ചെയ്തിട്ടാണ് കേട്ടോ ഞാനിതിൽ സ്റ്റിക്ക് ചെയ്തത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു താല അത് നിറവേറ്റി തന്നാൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. അതല്ലെങ്കിൽ കുഴപ്പമില്ല, അള്ളാഹു താല ഇതിനേക്കാളും നല്ല പ്ലാൻ എനിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ സമാധാനിക്കട്ടോ. ഈ ഒരു പേജിലേക്ക് ഞാൻ കൊടുത്ത ഹെഡിങ് മൈ വിഷ് ലെറ്റർ ടു അള്ളാഹ് എന്നാണ് കേട്ടോ. പിന്നെ ഈ ലെറ്ററിനെ കവർ ചെയ്തിട്ട് ഒരു ഹാർട്ടും ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ആ ഹാർട്ടിൻ്റെ ഉള്ളിൽ ന്യൂ ഇയറിലേക്കുള്ളൊരു വിഷാണ് കേട്ടോ എഴുതുന്നത്. ഞാൻ ഈ പേജിൽ ബിസ്മില്ല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മഷിയെല്ലാം അപ്പുറത്തെ പേജിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഒരു എക്സ്ട്രാ പേജ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പേജിൽ ഞാൻ സബർ ആൻഡ് ദുആ എന്നാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. ഈ 2 വാക്കുകൾ എഴുതാനും ഒരു കാരണമുണ്ട്. നമ്മൾ നല്ല സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത്, നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടണമെന്ന് തോന്നുന്ന സമയത്ത്, നമ്മൾ ഒറ്റപ്പെട്ടു, നമ്മുടെ കൂടെ ആരും ഇല്ല എന്ന് തോന്നുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ പേജ് തുറന്നു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും. അത്ര പവർഫുള്ളാണ് കേട്ടോ ഈ 2 വേർഡ്സ്. സൂറത്ത് ബക്കറയിലെ 153-ാമത്തെ ആയത്ത് നിങ്ങളെടുത്താൽ കാണാം, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു താല ക്ഷമാശീലയുടെ കൂടെയാണെന്ന് ആ ആയത്തെടുത്താൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇന്ന് തന്നെ നിങ്ങളൊന്ന് ഖുർആൻ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഖുർആനിലെ 2-ാമത്തെ സൂറത്താണ് സൂറത്ത് ബക്കറ. ആ സൂറത്ത് ബക്കറയിലെ 153-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്ന ഒരു ആയത്തുണ്ടോ എന്ന് നോക്കാം. അതിൻ്റെ അർത്ഥമാണ് അള്ളാഹു താല ക്ഷമാശീലയുടെ കൂടെയാണെന്ന്. ഞാൻ ഈ 2 വേർഡ്സ് എഴുതാനുള്ള കാരണം എന്താണെന്നറിയോ, എനിക്ക് എന്തെങ്കിലും സങ്കടമോ വിഷമമോ വന്നാൽ ഞാൻ ഈ ബുക്ക് തുറന്നു നോക്കും. എന്നിട്ട് ഞാൻ എന്നെ തന്നെ സമാധാനിക്കും. ഉള്ളവരുടെ കൂടെ അള്ളാഹു താല എപ്പോഴും ഉണ്ടാവും. ഇത് ഖുർആനിൽ തന്നെ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും അള്ളാഹു താല കാണുന്നുണ്ട്. അള്ളാഹു താലക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ ക്ഷമിക്കാം കേട്ടോ. നമ്മുടെ ദുആക്ക് അള്ളാഹു താല ഓരോ ദിവസമെങ്കിലും ഉത്തരം നൽകും എന്ന വിശ്വാസം നമുക്ക് വേണം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് എഴുതിയത്. ഇതെല്ലാം ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരു സമാധാനം ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്ലാനറിൽ ഈ 2 വേർഡ്സും ഞാൻ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ താഴെ ഒരു കോട്ടും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഖുർആനിലൊരു ആയത്താണ് ഇവിടെ എഴുതി കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ആക്കാം, അതല്ലെങ്കിൽ വിട്ട് കളയാം കേട്ടോ. പിന്നെ ഈ ഒരു പേജിൽ 2024 ഗോൾസാണ് കേട്ടോ എഴുതുന്നത്. ആദ്യം ഞാനൊരു ബ്ലൂ കളറിലുള്ള പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മേലായിട്ട് ഇതേപോലെ സൈഡൊക്കെ കീറിയിട്ട് വെള്ള കളറിലുള്ള പേപ്പറാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു ബ്രൗൺ കളർ പേപ്പറിൽ ഗോൾസ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ സൈഡൊക്കെ കീറിയിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പേജിൽ ഞാൻ എൻ്റെ ഗോൾസാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. 2024 എനിക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ അച്ചീവ് ചെയ്യണം എല്ലാം ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗോൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ വലിയ ഗോൾസൊക്കെ എനിക്കുണ്ടാവുന്നു. അതൊന്നും അല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഗോൾസാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗോൾസൊക്കെ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പേജിൽ എഴുതിയ ഗോൾസ് എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് ബി മോർ പേഷ്യൻറ്റ്, എന്ന് വെച്ചാൽ ക്ഷമ, സബർ. അതുതന്നെയാണ് ഈ ഒരു വർഷം ഞാൻ ക്ഷമയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ക്ഷമ ഉള്ളവൻ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കും. അത്രയ്ക്കും പവർഫുള്ളാണ് കേട്ടോ ക്ഷമ.
നമ്മുടെ ഈമാനിൻ്റെ പകുതിയും കൂടിയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും ചാടിക്കേറി പോകാതെ ക്ഷമിക്കാൻ പഠിക്കണം. ഇൻഷാ അല്ലാ അത് വലിയൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ക്ഷമയെക്കുറിച്ച് ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ക്ഷമയെക്കുറിച്ച് ഞാൻ എല്ലാം ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിലുള്ള ആയത്തുകളും അതിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. അതിൻ്റെ തമ്പനയിൽ ഞാനിവിടെ കൊടുക്കാം, അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കാണണേ. എൻ്റെ രണ്ടാമത്തെ ഗോൾ ഗിവ് മോർ ചാരിറ്റി, സഹായിക്കുക. എല്ലാ ദിവസവും നമ്മൾ ചാരിറ്റി നൽകണമെന്നില്ല കേട്ടോ. ആഴ്ചയിൽ ഓരോ പ്രാവശ്യമെങ്കിലും അതല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കണം. ആർക്കാണോ റിയലായിട്ടുള്ള സഹായം വേണ്ടിയത് അവരെ മാത്രം നമ്മൾ സഹായിക്കുക കേട്ടോ. ഈ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക്, യത്തീം മക്കൾക്ക്, പിന്നെ നമ്മുടെ ഫാമിലിയിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ പേരുണ്ടാവില്ലേ, അവരൊക്കെ നമ്മൾ സഹായിക്കുക കേട്ടോ. അടുത്ത ഗോള് അധികം ദുആ ചെയ്യുക. നമ്മുടെ ദുആയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക. നമ്മുടെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും നമ്മുടെ മക്കളെയും പിന്നെ നമ്മുടെ ഫാമിലിയിൽ മരിച്ചുപോയ ആൾക്കാരെയും എല്ലാവരെയും നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല നമ്മുടെ കഷ്ടപ്പാടിനെയും കുറച്ച് തരുന്നതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ഗോൾ എന്ന് പറയുന്നത് ഇസ്ലാമിക് ബുക്സ് കൂടുതൽ വായിക്കുക. നമ്മൾ ഇസ്ലാമിക് ബുക്സ് അധികം വായിക്കുന്നത് കൊണ്ട് ഇസ്ലാമിനെ കുറിച്ചുള്ള നോളേജ് ഇമ്പ്രൂവ് ആവും. പിന്നെ പണ്ടത്തെ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുക കേട്ടോ. ഇത് വായിക്കുന്നത് കൊണ്ട് നമുക്ക് പണ്ടത്തെ മഹതിമാരുടെയും നമ്മുടെ നബിമാരുടെയും ചരിത്രങ്ങളെല്ലാം നമുക്കറിയാൻ പറ്റും. അടുത്ത ഗോള് ദേഷ്യം കുറക്കുക. നമ്മളെന്തായാലും മനുഷ്യരാണല്ലോ, എല്ലാവർക്കും ദേഷ്യം വരും, അതൊന്നും കുറക്കുക. പിന്നെ ദേഷ്യം വരുന്ന സമയത്ത് ചാടിക്കേറി തീരുമാനങ്ങളൊന്നും എടുക്കാൻ പോകരുത്. അടുത്ത ഗോള് സ്റ്റോപ്പ് ഗോസിപ്പിംഗ്. നമ്മൾ ഗോസിപ്സിലൊന്നും ഏർപ്പെടാതിരിക്കുക. അടുത്തത് റീഡ് മോർ ഖുർആൻ കൂടുതലായി വായിക്കുക. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ഖുർആൻ ഓതുന്ന ശീലം കൊണ്ടുവരിക. കൂടുതൽ നമുക്ക് ഓതാൻ പറ്റിയില്ലെങ്കിലും ഒരു ആയത്തെങ്കിലും നമ്മൾ ഓതാം. അടുത്ത ഗോള് ഫോർഗീവ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക കേട്ടോ. അടുത്തത് മോർ തൗബ. നമ്മൾ പൊതുവേ എല്ലാ സ്ത്രീകളും റമളാൻ മാസത്തിലല്ലേ തൗബ ചെയ്യാറ്. പക്ഷേ 2024 തൊട്ട് നമ്മൾ എല്ലാ മാസവും തൗബ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇൻഷാ അല്ലാ. അടുത്തത് ഗീവ് റെസ്പെക്റ്റ് ടു ഓൾ. നമ്മൾ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക. ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്നല്ലേ. അടുത്തത് കീപ്പ് അല്ലാഹ് അറ്റ് ദി സെൻറ്റർ ഓഫ് മൈ ലൈഫ്. അള്ളാഹുവിനെ നമ്മൾ എല്ലാ കാര്യത്തിലും മെയിൻ ആക്കുക കേട്ടോ. അള്ളാഹുവിനെ മറന്നിട്ട് ഒരു കളിയില്ല. നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ഉണ്ട്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ 2024 മെയിനായിട്ടുള്ള ഗോൾസ്. കുട്ടി കുട്ടി ഗോൾസാണ് കേട്ടോ. ഇൻഷാ അല്ലാ എന്തായാലും ഞാൻ ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ മാത്രം ഗോൾസാണ് കേട്ടോ. എല്ലാവരുടെയും ഗോൾസ് ഒരുപോലെ ഉണ്ടാവണം എന്നില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഗോൾസ് ആയിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു പേജിൽ നമ്മൾ സലാ ട്രാക്കറാണ് കേട്ടോ ഉണ്ടാക്കിയത്. പ്രെയർ ട്രാക്കർ. നമ്മുടെ 5 നേരത്തെ നിസ്കാരം ട്രാക്ക് ചെയ്യലാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ലപോലെ ജലദോഷവും മൂക്കടപ്പും ചുമയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വോയിസിന് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ. ഈ ഒരു സലാ ട്രാക്കറിൽ നമ്മൾ 5 വക്ത നിസ്കാരത്തെയും എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. സുബ്ഹ്, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ. പിന്നെ ഈ ഒരു ജനുവരി മാസത്തിൽ 31 ദിവസങ്ങളുണ്ടല്ലോ, അങ്ങനെ ഞാൻ 31 റൗണ്ട്സ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തത്. സുബഹിൻ്റെ താഴെ 31 റൗണ്ട്സ്, ളുഹറിൻ്റെ താഴെ 31 റൗണ്ട്സ്, അങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഒരേ ലൈനിൽ നമുക്ക് 31 റൗണ്ട്സ് ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ആദ്യത്തെ ഒരു ലൈനിൽ 15ഉം മറ്റേ ലൈനിൽ 16 എണ്ണം അങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മുടെ കോഡ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാലൊരു കോഡ്, നമ്മുടെ നിസ്കാരം മിസ്സായി കഴിഞ്ഞാലൊരു കോഡ്, പിന്നെ നമുക്ക് പീരിയഡ്സ് ആണെങ്കിൽ ഒരു കോഡ്, കള ആയിട്ടുണ്ടെങ്കിൽ ഒരു കോഡ്, അത് ഞാനിവിടെ താഴെ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സുബഹി നിസ്കരിച്ചാൽ നമ്മൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്യുക. നമുക്കൊരു നിസ്കാരം മിസ്സായിപ്പോയി, അപ്പോൾ നമ്മൾ ഇൻടു മാർക്കിടുക. നമുക്ക് പീരിയഡ്സ് ആണെങ്കിൽ നമ്മൾ ഇതേപോലെ റൗണ്ടിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് നിസ്കാരം കളായി പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഞാൻ മാർക്ക് ചെയ്തില്ലേ, അതേപോലെ നമ്മൾ മാർക്ക് ചെയ്യുക കേട്ടോ. ഈ സലാ ട്രാക്കറിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നിസ്കാരം ട്രാക്ക് ചെയ്യലാണ് കേട്ടോ. നമ്മൾ എത്ര നിസ്കാരം കളാവാതെ നിസ്കരിച്ചു, എത്ര നിസ്കാരം നമുക്ക് മിസ്സായിപ്പോയി, നമുക്ക് പീരിയഡ്സ് ആയിട്ട് എത്ര മിസ്സായിപ്പോയി, ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ ഓരോ മാസം കഴിയുമ്പോഴും നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും കേട്ടോ.
ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു പ്ലാനറിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ എന്തിനാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്, കറക്റ്റായിട്ട് നിസ്കരിച്ചാൽ പോരെയെന്ന്. അത് ശരിയാണ് കേട്ടോ. കറക്റ്റായിട്ട് നിസ്കരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിസ്കരിക്കാൻ മടിയുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ട്രാക്കർ ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്യാൻ മടിയുള്ള ആൾക്കാരൊന്നും ചെയ്യണ്ട. ആർക്കൊക്കെ ചെയ്യണമെന്നുണ്ട് അവർ ചെയ്യാം കേട്ടോ. നമ്മുടെ നിസ്കാരം ഇമ്പ്രൂവ് ചെയ്യാനും കള ആവാതെ മിസ്സാവാതെ നിസ്കരിക്കാനും എല്ലാം പറ്റും കേട്ടോ. പിന്നെ നമ്മൾ നിസ്കരിച്ചാലും നിസ്കരിച്ചില്ലെങ്കിലും എല്ലാം അല്ലാഹു തആല ട്രാക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത പേജിൽ നമ്മൾ ഖുർആൻ ചെക്ക് ലിസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായാലും പുതിയ വർഷമല്ലേ, നമുക്കൊരു ഖത്തം തന്നെ ഓതാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു പേജിൽ ഞാൻ ഹെഡിങ് ആയിട്ട് ഖുർആൻ ചെക്ക് ലിസ്റ്റ് എന്നാണ് കേട്ടോ കൊടുത്തത്. നമ്മളൊരു ഖത്തം തീർക്കണമെങ്കിൽ 30 ജുസ് ഓതണമല്ലോ. അങ്ങനെ 30 ഇതുപോലത്തെ ഡിസൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ജുസു 1 ജുസു 2 അങ്ങനെ 30 ജുസു വരെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാസത്തിൽ ഖത്തം തീർക്കാൻ പറ്റാത്തവർ ഓരോ ഫർള് നിസ്കാരത്തിന് ശേഷവും ഓരോ സൂറത്തുകൾ ഓതാം കേട്ടോ. സൂറത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസം ഓതുന്ന കുറച്ച് സൂറത്തുകൾ ഉണ്ടാവുമല്ലോ. സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് യാസീൻ ഓതുന്ന ആൾക്കാരുണ്ടാവും, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് വാക്കിയ സൂറത്ത് ഓതുന്നവരുണ്ടാവും, ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് മുൽക്ക് സൂറത്ത് ഓതുന്നവരുണ്ടാവും. ഇങ്ങനെയുള്ള സൂറത്തുകൾ പതിവാക്കി ഒരു മാസം ഓതാം കേട്ടോ. അത് നിങ്ങൾക്ക് ഈ ഒരു ഖുർആൻ ചെക്ക് ലിസ്റ്റിൽ എഴുതാം. ഓരോ ജ്യൂസ് ഓതി കഴിയുമ്പോഴും ഞാൻ ഇതിലേക്ക് കളറാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. കളർ തന്നെ ഫില്ല് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാർക്ക് ചെയ്യാം കേട്ടോ. ഓരോ ജ്യൂസും നമ്മൾ ഓതി കഴിയുമ്പോഴും ഓരോ കളർ വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ 30 ജ്യൂസ് കഴിയുമ്പോൾ ഈ ഒരു പേജ് കളർഫുള്ളായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഖത്തം തീർത്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാം കേട്ടോ. ഈ ഒരു വീഡിയോയിൽ എൻ്റെ വോയിസ് അത്ര ക്ലിയർ ഒന്നും ഉണ്ടാവില്ല, കാരണം എനിക്ക് അത്ര ജലദോഷവും മൂക്കടപ്പും ചുമയും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഈ ഒരു പേജിൽ ഡെയിലി ചൊല്ലാനുള്ള ദിക്റുകളാണ് കേട്ടോ എഴുതുന്നത്. പുതിയ വർഷത്തേക്ക് പുതിയ ദിക്റുകളായിരിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. അതൊന്നുമല്ല, നമ്മൾ ഇതുവരെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊറുത്തു കിട്ടാനായിട്ടുള്ള ദിക്റുകളാണ് കേട്ടോ എഴുതിയത്. ആദ്യത്തെ ദിക്റായിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റാണ്. ഇത് ദിവസം 100 തവണ ചൊല്ലുക. ഈ ഒരു ദിക്ർ നമ്മൾ 100 തവണ ചൊല്ലുന്നത് കൊണ്ട് അല്ലാഹു തആല നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളെയും അല്ലാഹു തആല പൊറുത്തു തരുന്നതാണ്. അത് കടലിൻ്റെ നുരയുടെ അത്ര ഉണ്ടെങ്കിലും അല്ലാഹു തആല പൊറുത്തു തരും കേട്ടോ. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്റാണ് കേട്ടോ. അതുകൊണ്ട് ഈ ദിക്റിനെ നമ്മൾ എല്ലാ ദിവസവും 100 തവണ വീതം ചൊല്ലാം. പിന്നെ ഈ ഒരു മാസത്തിൽ 31 ദിവസം ഉണ്ടല്ലോ. അങ്ങനെ 31 ദിവസം നമ്മൾ ചൊല്ലിയോ ഇല്ലയെന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ റൗണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇതിൽ മാർക്ക് ചെയ്യുക, ചൊല്ലിയിട്ടില്ലെങ്കിലും മാർക്ക് ചെയ്യണം കേട്ടോ. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാറാണ് കേട്ടോ. എല്ലാ ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇസ്തിഗ്ഫാർ എന്ന് വെച്ചാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റുണ്ടല്ലോ, അത് ചൊല്ലാം കേട്ടോ. നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുത്തു കിട്ടാനായിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ ദിവസം ചൊല്ലുക. അടുത്ത ദിക്റ് സ്വലാത്താണ് കേട്ടോ. എല്ലാ ദിവസവും 100 തവണ സ്വലാത്ത് ചൊല്ലുക. അതിനേക്കാൾ കൂടുതൽ ചൊല്ലാൻ പറ്റുന്നവർ അതിനേക്കാൾ കൂടുതൽ വേണമെങ്കിലും ചൊല്ലാം കേട്ടോ. അടുത്ത ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ദിവസവും 100 തവണ വീതം ചൊല്ലുക. പിന്നെ സുബ്ഹാനല്ലാഹ് 100 തവണ, അൽഹംദുലില്ലാഹ് 100 തവണ, അല്ലാഹു അക്ബർ 100 തവണ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ സിമ്പിളായിട്ടുള്ള ദിക്റാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ദിവസവും കോമൺ ആയിട്ട് ചൊല്ലുന്ന ദിക്റുകളുണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ ദിക്റുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ദിക്റുകൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചൊല്ലുന്ന ദിക്റുകൾ മാത്രമാണ് ഇവിടെ ആഡ് ആക്കിയത്. ദിവസം നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ ഏറ്റവും മഹത്വമുള്ള ദിക്റുകളാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ട കോഡും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദിക്റ് ചൊല്ലിയാൽ ഇതുപോലെ മാർക്ക് ചെയ്യുക, ദിക്റ് ചൊല്ലിയില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്യുക കേട്ടോ. ഇതിന് 2 കോഡ്സേ ഉള്ളൂ. കാരണം ദിക്റുകൾ നമുക്ക് പീരിയഡ്സ് ഉള്ള സമയത്ത് വേണമെങ്കിലും ചൊല്ലാലോ, അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പീരിയഡ്സ് ടൈമിൽ എന്താ ചെയ്യാന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്തൊന്നും ചെയ്യാറില്ല കേട്ടോ. കാരണം എൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്കും പെയിൻഫുള്ളാണ്. മൂഡ് സ്വിങ്സും പീരിയഡ് പെയിനും എല്ലാം ഉണ്ടാവും. എനിക്ക് പീരിയഡ്സ് ഉള്ള സമയത്ത് എനിക്കൊന്നും ചെയ്യാനും തോന്നാറില്ല കേട്ടോ, അതുകൊണ്ടാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. നമ്മൾ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ദിക്റുകളും ദുആകളും എല്ലാം ഉണ്ടാവുമല്ലോ. നമ്മൾ ടോയ്ലറ്റ് പോകുമ്പോഴുള്ള ദുആ, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ദുആ, ഇതെല്ലാം ഞാൻ ചൊല്ലാറുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൊല്ലാറുണ്ട്, അതല്ലാതെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യാറില്ല. ഈ ഒരു പേജിൽ 30 ഡേയ്സ് ചാലഞ്ചാണ് കേട്ടോ
ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യലാണ്. നമ്മൾ ജനുവരി 1-ാം തീയതി നമ്മൾ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്ന് ചെക്കാക്കിയിട്ട് ഇവിടെ എഴുതി വെക്കും. പിന്നെ ജനുവരി 30 ആകുമ്പോൾ എത്ര വെയിറ്റ് ഉണ്ടെന്ന് ചെക്കാക്കിയിട്ട് ഇവിടെ എഴുതും. അപ്പോൾ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ വെയിറ്റ് എത്ര റെഡ്യൂസ് ആയി എന്നുള്ളൊരു കൗണ്ട് നമുക്ക് കിട്ടും. വെയിറ്റ് റെഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികമൊന്നും കഷ്ടപ്പെടുന്നില്ല കേട്ടോ. ദിവസവും അരമണിക്കൂർ ഞാൻ എക്സസൈസ് ചെയ്യും. പിന്നെ എൻ്റെ കയ്യിൽ ചിയാ സീഡ് ഇരിപ്പുണ്ട്. അത് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. രാവിലെ ആകുമ്പോൾ അത് കുതിർന്ന് കിട്ടും. അത് രാവിലെ നമ്മൾ വെറും വയറ്റിൽ കുടിക്കുക. ഇതാണ് കേട്ടോ എൻ്റെ പ്ലാൻ. പിന്നെ അധികം ഡയറ്റൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഷുഗർ അല്പം റെഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ എക്സസൈസ് ചെയ്തതും ചിയാ സീഡ് കഴിച്ചതും എല്ലാം നമ്മൾ ട്രാക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ ഈ ഒരു പേജിൽ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ ഇതേ രീതിയിലായിട്ട് ഷെയ്ഡ് കൊടുക്കുക. നമ്മൾ ആ ദിവസം എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻടു മാർക്ക് ഇടുക കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ ചിയാ സീഡ് കഴിച്ചെങ്കിലും കഴിച്ചില്ലെങ്കിലും മാർക്ക് ചെയ്യേണ്ടത്. ഈ ഒരു പേജിൽ നമ്മൾ ഗുഡ് ഡീഡ്സ് ഓഫ് ദി ഡേ ആണ് കേട്ടോ എഴുതുന്നത്. നമ്മൾ ഈ ഒരു മാസത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു അതെല്ലാം നമ്മൾ ഈ ഒരു പേജിൽ എഴുതി വെക്കാം കേട്ടോ. ഇപ്പോൾ ജനുവരി 1-ാം തീയതി നമ്മൾ ആർക്കെങ്കിലും ചാരിറ്റി കൊടുത്തു, അത് നമ്മൾ ഈ ഒരു പേജിൽ എഴുതി വെക്കുക. എഴുതുമ്പോൾ നമ്മൾ ഡേ 1, ഡേ 2, ഡേ 3 ആ രീതിയിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. ഇപ്പോൾ 2-ാം തീയതി നിങ്ങൾ നിങ്ങളുടെ നെയ്ബറിന് ഭക്ഷണം കൊടുത്തു, അതും നമ്മൾ എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു അതെല്ലാം ഈ ഒരു പേജിൽ എഴുതി വെക്കുക. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇതിൽ എഴുതി വെക്കുന്നത് നിങ്ങൾ വിചാരിക്കും. എഴുതി വെക്കൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനുവരി മാസം അവസാനമാകുമ്പോൾ നമ്മൾ ഈ ഒരു പേജ് തുറന്നു നോക്കുമ്പോൾ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകും, നമുക്കൊരു സന്തോഷം നൽകും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഈ ഒരു പേജിൽ നമ്മൾ ഫാസ്റ്റിംഗ് ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു മാസത്തിൽ എത്ര സുന്നത്ത് നോമ്പ് നോക്കി അതെല്ലാം ഈ ഒരു പേജിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കൽ സുന്നത്താണല്ലോ. നമ്മൾ സുന്നത്ത് നോമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം നിങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ റമളാൻ മാസത്തിൽ നിങ്ങൾക്ക് കളായി പോയിട്ടുണ്ടാവില്ലേ നോമ്പൊക്കെ, അതെല്ലാം നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ വിടാം കേട്ടോ. സുന്നത്ത് നോമ്പിൻ്റെ കൂടെ കളായിപ്പോയ ഫർള് നോമ്പിൻ്റെയും നിയ്യത്ത് വെക്കുക. അപ്പോൾ രണ്ടിൻ്റെയും പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ ഒരു പേജിൽ സുന്നത്ത് നിസ്കാരങ്ങളാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ പതിവായി നിസ്കരിക്കേണ്ട 2 സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഒന്ന് തഹജ്ജുദ്, രണ്ടാമത്തേത് ളുഹാ നിസ്കാരം. ഇത് രണ്ടും നമ്മൾ ജീവിതത്തിൽ പതിവായി കൊണ്ടുപോകണം കേട്ടോ. ഒരുപാട് നേട്ടങ്ങളുള്ള 2 നിസ്കാരങ്ങളാണ് കേട്ടോ ഇത്. അങ്ങനെ അത് രണ്ടും ഞാൻ ഈ ഒരു പേജിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 തൊട്ട് 30 വരെ ഇതേപോലെ റൗണ്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഇതിൽ മാർക്ക് ചെയ്യുക, നിസ്കരിച്ചില്ലെങ്കിലും മാർക്ക് ചെയ്യുക, പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിലും മാർക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തഹജ്ജുദിൻ്റെ താഴെയായിട്ട് ഞാൻ ളുഹാ നിസ്കാരത്തെയും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഇവിടെ ഫില്ല് ചെയ്യുക കേട്ടോ. നിസ്കരിച്ചില്ലെങ്കിൽ പ്ലെയിനായിട്ട് വിടാം. ഞാനിവിടെ ഓരോ ദിവസവും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ യൂസ് ആക്കുന്നത്. കാരണം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ പ്ലെയിനായിട്ടുള്ള സ്ഥലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ന്യൂ ഇയർ പ്ലാനർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ന്യൂ ഇയർ പ്ലാനർ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ പ്ലാനർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. ഇതുപോലെയുള്ള ഇസ്ലാമിക് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തിയിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടത്തുള്ളൂ. ഈ ഒരു പ്ലാനർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ചുമയും പനിയും ജലദോഷവും മൂക്കടപ്പും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വോയിസ് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. മൂക്കടപ്പ് കാരണം വോയിസ് അത്ര ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ക്ഷമിക്കുക. പുതിയൊരു വീഡിയോ ആയി വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.